തിരുവനന്തപുരത്തെ അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡ് പൊട്ടിവീണ അപകടം 25 പേർക്ക് പരിക്കേറ്റു. വെമ്പായത്ത് പ്രവർത്തിക്കുന്ന ഹാപ്പി ലാൻഡ് എന്ന പാർക്കിലാണ് അപകടമുണ്ടായത്. ഒരു സുരക്ഷാ മുൻകരുതലും ഇല്ലാതെയാണ് പാർക്ക് പ്രവർത്തിച്ചിരുന്നത് എന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്നും ആരോപണം. അപകടത്തിൽ പോലീസ് കേസെടുത്തു. വില്ലേജ് ഓഫീസർ പാർക്കിൽ പരിശോധന നടത്തുകയാണ്. ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. ഇവിടെ എന്താണ് സംഭവം? ഇത് ഇതിന്റെ കാഷ്വാലിറ്റി. ഈ കാഷ്വാലിറ്റി ഉണ്ടായിട്ട് അതെന്തെങ്കിലും ഒന്നും ചെയ്യാതെ അവരിവിടെ അകമ്പാദിക്കുക. ഇല്ല, ആരെയും മാനേജ് മൊത്തത്തിൽ കുഴപ്പമാണ്. ഈ റോഡിൽ മര്യാദ കണ്ട നമ്മളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത് ഇത് സ്റ്റോപ്പ് ചെയ്ത് ഇവോക്കേഷൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവരാരും ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇവിടെ ഒരു മാനേജർ ഇല്ല, ഒന്നുമില്ല. ഇതിന്റെ മാനേജിംഗ് സംവിധാനം പോലും ഇത്രയും നേരമായിട്ട് ഇവിടെ വന്നിട്ടില്ല. ആംബുലൻസ് സൗകര്യം പോലും ഏർപ്പെടുത്തുന്നതിൽ ഇതിന്റെ മാനേജ്മെന്റ് പരിചയപ്പെട്ടു. 100 കണക്കിന് ആളുകൾ ദൈനംദിനം വരുന്ന അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥാപനമാണ്. അതിന്റെ ആ നിലയിലൂടെ ഒരുക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന് ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമായി ഈ വിഷയത്തിൽ പരിഹരിക്കണം. സേഫ്റ്റി ഉണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണം. ഇവിടെ കാണുന്നത് ഒരു അപകടം ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അപകടം ഉണ്ടായിപ്പോകും. പക്ഷെ അപകടമുണ്ടായി 4.5 മണിക്കൂർ പിന്നിട്ടിട്ടാണ് ഇവിടെ ഈ അപകടമുണ്ടായി കാലിനടക്കം പൊട്ടൽ സംഭവിച്ചു എന്ന് കരുതപ്പെടുന്ന രോഗി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. വേസ്റ്റ് വണ്ടി 14ഓളം പേരുണ്ടായിരുന്നു ഇതിനകത്ത്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വീഴുന്നത്. വീണതിന് ശേഷം ഇവിടെ നമ്മളെല്ലാവരും ഓടി വന്ന് ഇവിടെ കൂട്ടത്തിലുള്ള ആളുകളാണ് ഈ സംഭവം ഇത് ലിഫ്റ്റ് ചെയ്ത് അവര് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ലേഡി ഉണ്ടായിരുന്നു. അവരെ ഇതിനകത്ത് അതിന്റെ അടിഭാഗത്ത് പെട്ടുപോയതാ. അവരെ ലിഫ്റ്റ് ചെയ്താണ് അവരെ എടുത്തുകൊണ്ട് വന്ന് സ്ട്രെച്ചറിന് കൊണ്ടുപോകുന്ന ഒരു ആംബുലൻസ് ഉണ്ടെങ്കിലെല്ലാം ഇത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇതുപോലൊരു സംവിധാനം ഉള്ളിടത്ത് ഒരു ആംബുലൻസ് വേണ്ടേ? ഈ ഒരു ആംബുലൻസ് പോലും ഇല്ലാതെ സ്ട്രെച്ചറിനെ കൊണ്ടുവന്നിട്ട് അവരെ പിടിച്ച് അങ്ങോട്ട് വെക്കുമ്പോൾ അവർക്ക് കാലം അവർ നിലവിളിക്കുമായിരുന്നു. അവർ വേറെ ലേഡി അശ്വിൻ ഡിയാഗോ വിവരങ്ങളുമായി ചേരുകയാണ്. ഒപ്പം MG പ്രദേശും ഗോകുൽനാഥും നമ്മളോടൊപ്പമുണ്ട്. അശ്വിനിലേക്കാണ് പോകുന്നത്. അശ്വിൻ, വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ വെക്കേഷൻ സമയത്തൊക്കെയാണ് എങ്കിൽ അറ്റകുറ്റപ്പണികളൊക്കെ നിർത്തി അമ്യൂസ്മെന്റ് പാർക്കുകളൊക്കെ കൂടുതൽ പ്രവർത്തന സജ്ജമാകുന്ന സമയമാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു അപകടം ഉണ്ടാവുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഏറെക്കാലമായി പ്രവർത്തിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക് കൂടിയാണ്. അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. കേസെടുത്തിട്ടുണ്ടോ? മധു, അല്പസമയം മുമ്പ്, അതായത് വെഞ്ഞാറമൂട് പോലീസ് പരിശോധന കഴിഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് പോലീസ് ഇവിടുന്ന് മടങ്ങിയിട്ടുള്ളത്. നിലവിലിപ്പോൾ പോലീസ് ഇതിന് ഈ അപകടത്തിൽ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇനി ഒരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്നൊരു നോട്ടീസ് കൂടി പോലീസ് നൽകിയിട്ടുണ്ട്. വ്യക്തമായി തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. യാതൊരു വിധത്തിലുമുള്ള സുരക്ഷ ഈ ഒരു പാർക്കിൽ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, നേരത്തെ മുൻ മന്ത്രി GR അനിൽ MLA കൂടി ഇവിടേക്ക് എത്തി സ്ഥലം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. അതിനെ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഈ ഹാപ്പി ലാൻഡിൽ പല ഇത്തരത്തിലുള്ള അപകടങ്ങൾ അത് തുടർക്കഥയാവുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എന്നിട്ടും ഇതെങ്ങനെ തുറന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ഏപ്രിലാണ് ഇത്തരത്തിൽ ഒരു കുട്ടി 12-13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഈ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി മരണപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുള്ളത്. ഉച്ചയോടുകൂടിയാണ് ഈ അപകടം ഹാപ്പി ലാൻഡിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ കാണുന്ന ഈ ഒരു റൈഡാണ് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പൊട്ടി താഴേക്ക് പതിച്ചിട്ടുള്ളത്. യാതൊരു വിധത്തിലുമുള്ള സുരക്ഷ ഈ ഭാഗത്ത് ഒരുക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് സൗകര്യം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ അപകടം ഉണ്ടായിട്ടുള്ളത് ഇത് വെൽഡിംഗ് പൊട്ടി താഴേക്ക് വീണു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് ഈ ബീമുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു വെൽഡിംഗ് അത് പൊട്ടിയതാണ്. മാത്രമല്ല, താഴെ ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന ഈ ഒരു ബേസ്മെന്റ് ഉണ്ട്. ഈ ബേസ്മെന്റ് അടക്കം സ്ഥാപിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് മറിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഈ കാണുന്ന ഭാഗവും താഴെ കാണുന്ന ഭാഗവും സപ്പോർട്ടിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ഹൈഡ്രോളിക്കിന്റെ ഒരു സംവിധാനമുണ്ട്. അതിൽ കൂടി ഒരു വെൽഡിംഗ് വരുന്നുണ്ട്. അതടക്കം പൊട്ടിയാണ് ഇതൊരു വശത്തേക്ക് മറിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ മറിയുന്ന സമയം ഈ യന്ത്രത്തിൽ ഏതാണ്ട് 15ഓളം പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 5 പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത്. അതിലൊരു സ്ത്രീയുടെ പുറത്തുകൂടിയാണ് ഈ റൈഡ് വന്ന് വീണത് എന്നുള്ളതാണ്. അവർ MG പ്രതീഷ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രതീഷ്, ആളുകൾ അവിടെ ആ റൈഡ് പൊട്ടി വീഴുന്ന സമയത്ത് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് നിലവിളിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. വലിയൊരു അപകടം സംഭവിക്കാൻ പോകുന്നെന്ന സൂചനകൾ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴത് തത്സമയം കണ്ട ആളുകളുടെ പ്രതികരണമൊക്കെ നമുക്ക് ലഭ്യമാണോ?
മാധു, പ്രതിദിനം 1000-ലധികം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരിടം കൂടിയാണ് തിരുവനന്തപുരം വെമ്പായത്തെ ഹാപ്പി ലാൻഡ്. അത്രത്തോളം ആളുകൾ ഉള്ള ഒരു സമയത്താണ് ആ ഒരു അപകടമുണ്ടായത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിന്റെ ഒരു എൻട്രൻസ് ആണ്. നേരത്തെ ഇന്നത്തെ ഈ ദിവസം ഇവിടെ ഉണ്ടായിരുന്നതിൽ ഒരു 10% ആളുകൾ മാത്രമേ നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ളൂ. ഈ അപകടത്തിൽ റീഫണ്ട് നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ റീഫണ്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുടെ ഒരു തിരക്കാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ആ സമയത്ത് ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില ദൃക്സാക്ഷികൾ കൂടി ഇവിടെയുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് അറിയാം. എപ്പോഴായിരുന്നു അപകടം ഉണ്ടായത്? ഒരു 1-2 മണിക്കൂർ മുന്നെയാണ്. ഫസ്റ്റ് ഇവർ ഒരു തവണ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നം കാരണം ഇവന്മാർ കയറാൻ തന്നെയാണ് ആ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഇവന്മാരെ ഇറക്കിയതാണ്. പിന്നെ രണ്ടാമത് പിന്നെ ഇത് കറക്കിയ സമയത്ത് ഇത് കറങ്ങിയിട്ട് ആദ്യം വന്നിട്ട് ആ ഇരുമ്പിൻ്റെ ഒരു മതിലിൻ്റെ സൈഡിൽ വന്നിട്ട് പിള്ളേരുടെ കാലെല്ലാം വന്ന് അടിച്ചതിന് ശേഷമാണ് ഇത് അങ്ങോട്ടേക്ക്. ആദ്യം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാർക്ക് കയറാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അമ്മ ഇവന്മാർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടിയതാണ്. ഞങ്ങൾ തൻ്റെ താഴെ നിൽക്കുകയായിരുന്നു അവിടെ. അപ്പോഴത്തേക്ക് ഇവർ വെള്ളത്തിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിൽ കളിക്കാൻ പോയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ വന്ന് ആ വെള്ളത്തിൻ്റെ മേൽഭാഗത്ത് ഇരിക്കുകയായിരുന്നു. ഇരുന്നപ്പോഴത്തേക്ക് ഭയങ്കരമായൊരു സൗണ്ട് കേട്ട്. ഈ സൗണ്ട് കേട്ട് ഇനി പിള്ളേർ അങ്ങോട്ടെങ്ങണം പോയെന്ന് പറഞ്ഞ് ഞാനും വേറെ ഒരാളും ഉണ്ടായിരുന്നു. ഞങ്ങൾ നിലവിളിച്ച് അങ്ങോട്ട് ഓടിയപ്പോഴത്തേക്ക് ഇവരവിടെ ഇല്ലെന്നും മനസ്സിലായി. ചെന്നപ്പം കണ്ടത് ആ മേലിലിങ്ങനെ കറങ്ങുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് നിലത്ത് കിടക്കുന്ന അതിൻ്റെ അടുത്ത് 2 പിള്ളേർ തെറിച്ച് വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് ഈ വെള്ളത്തിൽ കളിക്കുന്ന പിള്ളേരടുത്ത് പറഞ്ഞു ഓടി വാ 2 പിള്ളേർ അവിടെ തെറിച്ച് വീണിട്ട്. അങ്ങനെ അവർ ഓടി വന്ന് അവരും കൂടിയൊക്കെ ഓടിയാണ് സഹായിച്ചത് അവരെയൊക്കെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട്. അപ്പം നോക്കിയപ്പോഴത്തേക്ക് വണ്ടി ഇവരുടെ ടെമ്പോ വന്നപ്പോഴത്തേക്ക് ആളുകൾ ആദ്യത്തെ ടെമ്പോ വിട്ട് രണ്ടാമത് ടെമ്പോ വന്നപ്പം പറഞ്ഞ് ഈ ടെമ്പോയിൽ കൊണ്ടുപോയാൽ പറ്റത്തില്ല, ബ്ലഡ് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ എമർജൻസി ആയിട്ട് അവരെ വിളിക്കാൻ പറഞ്ഞ് ആംബുലൻസിനെ. ആശുപത്രി കൊണ്ടുപോകാൻ താമസം എടുത്തോ? ഇല്ല ആംബുലൻസ് ഇതിനകം കൊണ്ട് പെട്ടെന്ന് ആംബുലൻസ് അവർ വിളിച്ച് ആംബുലൻസിലൊക്കെ വന്ന് 2 പേര് ആംബുലൻസ് വന്ന് 2 പ്രാവശ്യമായിട്ട് 2 ആംബുലൻസും പെട്ടെന്ന് കൊണ്ടുപോയത്. പിന്നെ ലാസ്റ്റ് ഒരു കൊച്ചിൻ്റെ ഇതിലേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവർ തമ്മിലിങ്ങനെ തർക്കം നടന്നുകൊണ്ടിരുന്നതുകൊണ്ടാണ് അതിനെ കൊണ്ടുപോകാൻ വൈകിയത്. അതും അതാണ് കാരണം ഇവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റൈഡിൽ ലഭ്യമായത്. ഗോകുൽനാഥ് കൂടി നമ്മളോടൊപ്പമുണ്ട്. ഗോകുൽ, ഈ പരിക്കേറ്റവരുടെ നില എന്താണ് എന്നുള്ളത്, ഗുരുതരമായ പരിക്കുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് വലിയ ആശങ്കയായി നിൽക്കുന്നത്. അത് തീർച്ചയായും സാരമായ പരിക്കുകളുണ്ട്. തമിഴ്നാട് സ്വദേശികളായ 4 യുവതികളെയാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ ഇവരെ ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് ആദ്യം കൊണ്ടുപോയത് പ്രദേശത്തെ സെന്റ് ജോസഫ് ആശുപത്രിയിലേക്കാണ്. അവിടെ നിന്നാണ് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. പലർക്കും കാലിനാണ് പരിക്കേറ്റിട്ടുള്ളത്. കാലിന് ഒന്നിലധികം പൊട്ടലേറ്റ തമിഴ്നാട് സ്വദേശിനി സീമണി ഇപ്പോൾ ഈ സർജറിക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബാക്കി ആളുകളുടെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടില്ല എന്നുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. എന്തായാലും തലയ്ക്കടക്കം പരിക്കേറ്റ ആളുകളുണ്ട്. അവരെയൊക്കെ തന്നെ സെന്റ് ജോസഫ് ആശുപത്രിയിലാണ് പ്രവേശിച്ചിട്ടുള്ളത്. ഏകദേശം 12ഓളം പേരെയാണ് ഇത്തരത്തിൽ ഈ സെന്റ് ജോസഫ് ആശുപത്രിയിലേക്ക് മാറ്റുകയും തുടർന്ന് 6 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 4 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബാക്കി 2 പേരെ കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ പ്രവേശിപ്പിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന വിവരം. എന്തായാലും ഈ ആംബുലൻസ് ഡ്രൈവർമാരടക്കം പറയുന്നത് കഴിഞ്ഞ കുറേയേറെ നാളുകളായി പലപ്പോഴും അപകടങ്ങൾ നടക്കുമ്പോഴും ആംബുലൻസ് അടക്കം ഈ പ്രവർത്തിപ്പിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ വലിയ വീഴ്ചകൾ ഈ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപകടം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ സ്നേഹസ്പർശം വരുമ്പോഴാണ് ഈ പെഡലിൽ പ്രശ്നമുണ്ടാവുകയും അപകടമുണ്ടാവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. കാലിന് 2 പൊട്ടലൊക്കെയാണ് ഒരു യുവതിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും അവിടെ ഒരു അപകടമുണ്ടായി, ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴെങ്കിലും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഉപകരണങ്ങൾ പര്യാപ്തമാണോ, അപകടം രഹിതമായത് പ്രവർത്തിക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ അതൊന്നും സാധിച്ചില്ല. വീണ്ടും ഒരു അപകടം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം.